ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മൈ എൻജിനീയറിംഗ് ജേർണി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി പറയാം. ഞാൻ എങ്ങനെയാണ് ഈ എൻജിനീയറിംഗിലേക്ക് എത്തിയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിസാറ്റിലേക്ക് എത്തിയത്, എങ്ങനെ ഉണ്ടായി എൻ്റെ എൻജിനീയറിംഗ് കോഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ചായയും സ്നാക്സൊക്കെ കൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ കഴിച്ച് കാണാൻ പറ്റിയൊരു ഒരു സ്റ്റോറി ടൈപ്പ് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ എൻജിനീയറിംഗ് എടുത്തതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ലോങ് ബാക്ക് ഒരു 6 വർഷം മുമ്പത്തെ 2018 പോകേണ്ടി വരും. കാരണം 2018 ഞാൻ +1 ചേർന്നത്. ഞാൻ 10th വരെ പഠിച്ചിരുന്ന സ്കൂള് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ അങ്കമാലി ആയിരുന്നു. അപ്പോൾ 10th റിസൾട്ട് അറിയണതിന് മുമ്പ് തന്നെ നമ്മളൊരു എൻട്രൻസ് എഴുതിയിരുന്നു 11th ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് വിശ്വജ്യോതി ചേരണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. വിശ്വജ്യോതി എൻ്റെ വീടിൻ്റെ അടുത്താണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞിലെ മുതലെന്തോ അവിടെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുപോയി ചേർത്ത് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഡോൺ ബോസ്കോയിൽ എനിക്ക് പോരാനും തോന്നിയില്ല. ആ സമയത്ത് എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായി. എന്നാലും ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് 10th വരെ ഉള്ളൂ അവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും 11th വേറൊരു സ്കൂളിൽ ചേരണമല്ലോ. അപ്പോൾ ഞാൻ വിശ്വജ്യോതി ചേരാനുള്ള രീതിയിലിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എസ്പെഷ്യലി ഫിസിക്സ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായിരുന്നു ഫിസിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 10th കയറിയപ്പം മുതൽ എക്സാം കഴിഞ്ഞപ്പോഴല്ല, കയറിയപ്പം മുതൽ ഞാൻ വിചാരിച്ച കാര്യമാണ് ഞാൻ എന്തായാലും ഇനി സയൻസ് ഗ്രൂപ്പ് എടുക്കില്ല. എനിക്ക് കാരണം സയൻസ് ഇഷ്ടമല്ല, എനിക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഞാൻ 10th തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഫിസിക്സ് പഠിച്ചത് കേട്ടോ. അപ്പോൾ സയൻസ് ഞാൻ എടുക്കില്ല എന്നിങ്ങനെ വിചാരിച്ച് വെച്ച സബ്ജക്റ്റ് ആയിരുന്നു. ആദ്യം തന്നെ ഞാൻ എൻട്രൻസ് ചെയ്തത് കൊമേഴ്സ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് കൊമേഴ്സ് മതിയായിരുന്നു, കൊമേഴ്സ് മാത്സ്. കാരണം എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മാത്സ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ മാത്സ് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ മാത്സ് എനിക്ക് എന്തായാലും എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊമേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. കൊമേഴ്സിൽ കുറേ അക്കൗണ്ടൻസി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് മാത്സ് ഇഷ്ടമായത് കൊണ്ട് അത് എൻ്റെ ഒരു ടൈപ്പ് ആണെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻട്രൻസ് എഴുതി വിശ്വജ്യോതിയിൽ. ആൻഡ് ഞാനത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടായി വിശ്വജ്യോതിയിൽ. ഇൻ്റർവ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഉണ്ട് ജോഷി ഫാദർ ജസ്റ്റ് ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ചോദിച്ചു. എനിക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് കൊമേഴ്സ് എടുത്തു എന്ന് ചോദിച്ചു. ഈ മാർക്ക് നമ്മൾ വച്ചത് റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സ്കൂളിൽ നടക്കുന്ന എക്സാംസ് ഇല്ലേ, അതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ആ സമയത്തും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് സയൻസ് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഫാദർ ചോദിച്ചു, അത്യാവശ്യം മാർക്ക് ഉണ്ടല്ലോ, സയൻസ് ഗ്രൂപ്പ് എടുത്തുകൂടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാർക്കും ഭയങ്കര ഇതായി. അപ്പോൾ ഒരു പറഞ്ഞ സയൻസ് എടുത്താൽ മതിയെന്ന്. കാരണം അതുവരെ ഇവർ സയൻസ് എടുത്താൽ മതി എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഞാൻ കുറേ വാശി പിടിച്ചിട്ട് എനിക്ക് കൊമേഴ്സ് മതി ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഇതും കൂടിയും കേട്ടപ്പോൾ പിന്നെ എൻ്റെ മനസ്സും ചെറുതായിട്ടൊന്ന് ഇതായി. അപ്പോൾ ഫാദർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പോൾ കൊമേഴ്സിന് അഡ്മിഷൻ തരാം, എന്നിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കൊമേഴ്സിന് അഡ്മിഷനൊക്കെ എടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട്. എനിക്ക് 90.8% ഉണ്ടായി. അതും ICSEയിൽ. അപ്പോൾ അത് അത്യാവശ്യം നല്ല മാർക്കാണ്. റിസൾട്ട് വന്നതിന് ശേഷം അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ സയൻസ് എടുക്കാം, അതാവുമ്പോൾ ഏതിലേക്ക് വേണമെങ്കിലും തിരിയാലോ. ഇപ്പോൾ ഇൻ കേസ് എനിക്ക് BCom അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതിലായാലും പറ്റും സയൻസ് എടുത്താന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു? സയൻസ് എടുക്കാന്നുള്ള തീരുമാനത്തിലെത്തി. സയൻസ് എടുക്കാനുള്ള തീരുമാനം എത്തിയപ്പോഴും 2 ഓപ്ഷൻ ഉണ്ടായി, കമ്പ്യൂട്ടർ സയൻസും ബയോമാക്സും. ബയോമാക്സ് ഞാൻ എടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ച് വെച്ചതായിരുന്നു. കാരണം ബയോളജി എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ്. പക്ഷെ എനിക്ക് ലാബ് ഭയങ്കര പേടിയാണ്. ലാബിൽ നമ്മൾ ബ്ലഡ് എടുക്കേണ്ടി വരും, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്ക് പഠിക്കാൻ സയൻസിൽ ഇഷ്ടം ബയോളജി ആയിരുന്നു. എന്നിട്ട് ഞാനത് എടുത്തില്ല. എന്നിട്ട് ഞാൻ അവസാനം കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവൻ ഹെൽപ്പ് ചെയ്യും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അങ്ങനെ ഫാദറിനെ പോയി കണ്ടു. അപ്പോൾ ഫാദർ എനിക്ക് അവിടെ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ തന്നു. അപ്പോൾ അങ്ങനെ ചേർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയണ പോലെ
ഞാൻ കൊമേഴ്സ് എടുക്കാൻ ചെന്ന ഞാൻ അവിടെ നിന്ന് സയൻസ് ഗ്രൂപ്പിലേക്ക് മാറി, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അതാണ് എൻ്റെ എഞ്ചിനീയറിംഗിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊമേഴ്സ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ബിടെക്കിന് എന്തായാലും അഡ്മിഷൻ കിട്ടില്ലായിരുന്നല്ലോ. ഞങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ സമയത്തായിരുന്നു കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയാം, ഞാനൊരു എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല, ബോർഡ് എക്സാമിൻ്റെ കമ്പ്യൂട്ടർ. കാരണം അത് നമുക്ക് CBSEക്ക് ആ സമയത്ത് അവർ പറഞ്ഞു, കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സമയത്ത് കോവിഡൊക്കെ ഭയങ്കര പീക്കിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ പോസ്റ്റ്പോണ്ട് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തീരുമാനം വന്നു, നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ബെസ്റ്റ് 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് ആവറേജ് എടുത്തിട്ട് അങ്ങനെ ഇതിൽ മാർക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് 95 കിട്ടിയിരുന്നു കമ്പ്യൂട്ടറിന്. പക്ഷെ ഞാൻ എഴുതാണ്ട് കിട്ടിയ മാർക്കാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. സയൻസ് എടുത്ത ടൈമിലാണെങ്കിലും എൻ്റെ മനസ്സിൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ലായിരുന്നു. എൻ്റെ ചേട്ടൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ചേട്ടൻ എൻട്രൻസിനൊക്കെ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്തും അമ്മയും പപ്പയൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ എൻട്രൻസിന് പോവാം, ഇവിടെ ചേരാന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എൻജിനീയറിംഗ് വേണ്ട, അതുകൊണ്ട് ഞാൻ എൻട്രൻസിന് പോവില്ല, ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc മാത്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് BSc മാത്സ് മതി, കാരണം മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ BSc മാത്സ് മതി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻട്രൻസിന് ഒന്നും പോവില്ല, അതുപോലെ തന്നെ ഞാൻ ഒന്നിനും പോയില്ല. പിന്നെ ഇങ്ങനെ ലൈക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പം ജസ്റ്റ് ഇവർ പറഞ്ഞു ഒരു ക്രാഷ് കോഴ്സ് പോലെ എൻട്രൻസിന് ചേര്, കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു എന്തായാലും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സ്വൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്താ പറയുക, കീമിന് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിന് ചേർന്നു. ഒരു ടൈമിൽ ഞാൻ അങ്കമാലി ടൈമിൽ ഒരു ക്രാഷ് കോഴ്സിന് ചേർന്നു. ഒരു 1 month കോഴ്സായിരുന്നു. പക്ഷേ ഈ 1 month കോഴ്സിൽ ഞാൻ ക്ലാസ്സസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം ആ സമയത്തായിരുന്നു നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് എന്താണ് മറ്റേ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആക്കിയത്. അപ്പം അമ്മയ്ക്ക് ക്ലാസ്സസ് എടുക്കണമായിരുന്നു സ്കൂളിൽ. അപ്പം അതുകൊണ്ട് ലാപ്ടോപ്പ് ഫുൾ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഫുൾ ഇതിൽ ക്ലാസ് എടുക്കണം. അപ്പം അമ്മയുടെ ക്ലാസ്സിൻ്റെ സമയത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഞാൻ പറയും വേണ്ട എന്നുള്ള രീതിയിൽ പറയും. കാരണം ഞാൻ ചുമ്മാ ചേർന്ന പോലെ എനിക്ക് തോന്നാറ്. ഞാൻ ഒന്നും പഠിച്ചിരുന്നുമില്ല. ക്ലാസ്സസ് ജസ്റ്റ് ബാക്കിയെല്ലാം ഒക്കെ കേൾക്കും. പിന്നെ ലൈക്ക് അമ്മയ്ക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ ക്ലാസ്സസ് കേൾക്കില്ല. ബാക്കി സമയത്ത് ജസ്റ്റ് അത് ഓൺ ചെയ്ത് വെക്കും. ഓൺ ചെയ്ത് വെച്ചാലും ഞാൻ അല്ലാതെ പഠിക്കലും ഒന്നും ഉണ്ടായില്ല. ലൈക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, രാത്രി ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കുള്ള ടൈമിൽ ഞാൻ പോയി കളിക്കാൻ പോകും, ഞാൻ ടിക്ടോക്ക് ചെയ്യും. ആ സമയത്തൊക്കെ ഞാൻ ടിക്ടോക്കിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ടിക്ടോക്ക് ചെയ്യും. അതുപോലെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കളിക്കാൻ പോകും, രാവിലെയും പോകും, വൈകുന്നേരം പോകും, അങ്ങനെയൊക്കെ പോകും. അപ്പം അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ഇത് പഠിക്കാനും ഒന്നും പറ്റിയിരുന്നില്ല ഇൻ ദ സെൻസ് എനിക്ക് എന്താ പറയുക ടൈം എടുത്തിട്ട് പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്, കാരണം എനിക്ക് വേണ്ടല്ലോ എഞ്ചിനീയറിംഗ് ആ ഒരു സമയത്ത്. അപ്പം ഞാനിങ്ങനെയായിരുന്നു. അറിയുള്ളൂ, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എല്ലാ സാറ്റർഡേ സൺഡേസും ഇവരൊരു ഓൺലൈൻ ടെസ്റ്റ് വെക്കും. ആ ടെസ്റ്റിനായാലും ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പഠിപ്പിച്ച ആൾക്കാരും കേൾക്കണ്ട, എന്നാലും ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ ഒരു ടാബിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് വെക്കും. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ടൈപ്പ് ചെയ്യും, ലൈക്ക് കോപ്പി പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അതിന് ആൻസർ കാണും. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് എനിക്ക് ലൈക്ക് അത്യാവശ്യം വലിയ മാർക്കൊന്നുമല്ല, ജസ്റ്റ് എന്തൊക്കെയോ കിട്ടുമായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്തിരുന്ന പരിപാടി. ഞാൻ ഒന്നും പഠിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് അറിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കീമിൻ്റെ എക്സാം. എന്നെ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് അവിടെ വന്നിട്ട് ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യാം, എക്സാം ആയല്ലോ കീമിന്. അപ്പം ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ സോൾവ് ചെയ്തു. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീട്ടിലേക്ക് തന്നു വിട്ടു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആകെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചിട്ടാണ് കീം എഴുതി, അല്ലാതെ ഞാൻ ക്ലാസ്സിന് ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അവിടെ വെച്ചിട്ട് സോൾവ് ചെയ്തപ്പോൾ തന്നെ എന്നോട് അവിടുത്തെ സാറ് പറഞ്ഞു ലൈക്ക് ഇത്രയൊന്നും അറ്റംപ്റ്റ് ചെയ്യേണ്ട, കാരണം കീമിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലോ. അപ്പം എനിക്ക് മാത്സിന് അത്യാവശ്യം സ്കോർ കിട്ടിയിരുന്നു. ലൈക്ക് ബാക്കിയുള്ള ഫിസിക്സിനും കെമിസ്ട്രിക്കും എനിക്ക് സ്കോർ ഇത്തിരി കുറവായിരുന്നു. സാറ് പറഞ്ഞു ഇത്രയൊന്നും അറ്റംപ്റ്റ് ചെയ്യേണ്ട, അറ്റംപ്റ്റ് ചെയ്യുന്നതോട് നെഗറ്റീവ് മാർക്ക് കൂടുമല്ലോ, അപ്പോൾ ഉറപ്പുള്ളതായിട്ട് തോന്നുന്നത് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോന്നു. പിന്നെ ഞാൻ ഒരു ദിവസം, അതായത് കീമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് നോക്കി, അത് മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ കീം എഴുതിയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ മാർക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ വന്ന ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ ആൻസർ കീ റിലീസ് ചെയ്യൂല. അപ്പം അത് നോക്കിയപ്പോഴേക്കും എനിക്ക് ആൻസേഴ്സ് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്, ഞാൻ പറഞ്ഞ മാർക്ക് തന്നെയായിട്ട് എനിക്ക് കിട്ടിയതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മാത്സ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി ആ സമയത്ത്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഓരോ കോളേജസിൽ ഇങ്ങനെ കൊടുക്കണമല്ലോ അഡ്മിഷൻ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കോഴ്സിനെ കുറിച്ച് കേട്ടു, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ട്രിപ്പിൾ മെയിൻ സെൻറ്റ് ട്രീസസ് കോളേജിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും മാത്സും സ്റ്റാറ്റിസ്റ്റിക്കും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 എണ്ണത്തിലും നമുക്ക് ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ഡിഗ്രി കിട്ടും. ഇതിൻ്റെ പേര് ട്രിപ്പിൾ മെയിൻ എന്നാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കമ്പ്യൂട്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്, മാത്സും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അതിന് ചേരാണ്. അങ്ങനെ ഞാൻ സെൻറ്റ് ട്രീസസ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. സെൻറ്റ് ട്രീസസ് കോളേജിൽ തന്നെ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു ഭയങ്കര വലിയ കോളേജാണ്, ഭയങ്കര പേര് കേട്ട കോളേജാണ്, ഭയങ്കര നല്ല കോളേജാണെന്നൊക്കെ അറിയാം. അപ്പം ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോഴും ഞാൻ ഇച്ചിരി കൺഫ്യൂഷനിലായിരുന്നു. ഞാനല്ല, അമ്മയ്ക്ക് ഇച്ചിരി കൺഫ്യൂഷനിലായിരുന്നു. കാരണം എന്താണ് ബിടെക്കിന് വേണോ ഇതിന് വേണോ? കാരണം കീം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇത് വന്നു. കാരണം എനിക്ക് കിട്ടും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു കീമിന്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിന് ചേരണോ അതിന് ചേരണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞല്ലോ, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ട്രിപ്പിൾ മെയിനും ബിടെക്കും കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി സെയിമാണ്. ലൈക്ക് നമുക്കൊരു പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ട് അവിടെയും. അപ്പം ജോലി സെയിമാണ്. പക്ഷെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, 4 വർഷത്തെ ഡിഗ്രി. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു BSc ആണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി കുറവായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് രണ്ടായാലും സെയിം ജോലിയാണ് ചെയ്യുന്നത്, പക്ഷെ ഒന്നിൽ വരുമ്പോൾ സാലറി കുറവായിരിക്കും, ഒന്നിൽ വരുമ്പോൾ സാലറി കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഏതെടുക്കണം ആ ഒരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ എല്ലാം കുറച്ച് ദിവസം ആലോചിച്ചിട്ട് ഞാൻ സെൻറ്റ് ട്രീസാസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈനായിരുന്നു, ലൈക്ക് കോവിഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഓൺലൈനായിരുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും അവിടുത്തെ കുട്ടികളായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അവിടുത്തെ ഇതൊക്കെ. പിന്നെ ക്ലാസ് എന്ന് പറയാനാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയാലും ഒരു ഉച്ചവരെ ഉണ്ടാവുള്ളൂ. രാവിലെ ഒരു 8:30 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു 1 o'clock ഒക്കെ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സിസ്റ്റം ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ സെൻറ്റ് ട്രീസാസിൽ ഒരു 1 month ഞാൻ പോയി ഇൻ ദ സെൻസ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. ഓൺലൈനിലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ പെട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കീമിൻ്റെ റിസൾട്ട് വരുന്നത്. അവിടെയാണ് വേറൊരു ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കീമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഭയങ്കര തകൃതിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കിടക്കുന്നു അടുത്ത ട്വിസ്റ്റ്. എൻ്റെ റിസൾട്ട് വിത്ത്ഹെൽഡ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഈവൻ ദോ ഞാൻ വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്തു, എനിക്ക് എൻജിനീയറിംഗ് കിട്ടണമെന്ന് ആഗ്രഹമില്ല, എന്നാലും നമ്മൾ എഴുതിയൊരു എക്സാം വിത്ത്ഹെൽഡ് ആവാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. വിത്ത്ഹെൽഡ് ഇൻ ദ സെൻസ് തോറ്റു എന്നല്ല അർത്ഥം, പക്ഷെ എൻ്റെ മനസ്സിൽ അയ്യോ ഞാൻ തോറ്റോ ആ ഒരു രീതിയായി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്ത് പറ്റിയാവോ വിത്ത്ഹെൽഡ് ആവാൻ ഇത് എന്നൊക്കെ. പിന്നെ അതിനുശേഷം വിത്ത്ഹെൽഡിൻ്റെ റീസൺ നമുക്ക് കിട്ടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ആൻഡ് ആധാർ കാർഡാണെന്ന് തോന്നുന്നു. ഈ 3 സംഭവം 2 or 3 ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ലായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തത്. പക്ഷെ അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല, കാരണം ഞാൻ അക്ഷയയിൽ പോയാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അക്ഷയയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അപ്ലോഡ് ചെയ്തതൊന്നും നമ്മളെങ്ങനെ കാണിച്ചു തരില്ല. ഈ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്തിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ മാത്രമേ കാണിച്ചു തരുള്ളൂ. ഈ അപ്ലോഡ് ചെയ്തതിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തത്, കറക്റ്റ് ആണോ അങ്ങനെയൊന്നും അവർ കാണിക്കില്ല. അപ്പോൾ അതായിരുന്നു പ്രശ്നം. ആൻഡ് അവരൊരു ഡേറ്റും കൂടി അവർ പറഞ്ഞു, ഇന്ന ഡേറ്റിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഫെർദർ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ പിഴിച്ചിലായി. കാരണം എൻ്റെ റിസൾട്ട് വിത്ത്ഹെൽഡായി, ഞാൻ എന്ത് ചെയ്യും എന്ന സെൻസ് എനിക്ക് ഓൾറെഡി ഒരു കോഴ്സ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ വിചാരിക്കാൻ തുടങ്ങി എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയാം, അപ്പോൾ ആ മാർക്ക് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായി. എന്നിട്ട് അവസാനം നമ്മളത് ഒന്നും കൂടിയും പോയി ശരിയാക്കി. ലൈക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഒന്നും കൂടിയും പോയി ശരിയാക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ സൈറ്റ് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും സൈറ്റ് ചെക്ക് ചെയ്യും, വരില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാവും, ഭയങ്കര വീണ്ടും ഇതാവും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞ മാർക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 9324 ആയിരുന്നു എൻ്റെ റാങ്ക്. അപ്പോൾ അതൊരു നല്ല റാങ്ക് തന്നെയായിരുന്നു ആ വർഷത്തെ ആയാലും. ലൈക്ക് 10,000 താഴെ വന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റാങ്ക് തന്നെയായിരുന്നു. അപ്പോൾ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് റാങ്കൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷമായി.
ഇനി അടുത്ത ടാസ്ക്, അടുത്തൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കിന് പോകണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അതോ ഈ കോഴ്സ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കുറേ ചിന്തിച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അമ്മയൊക്കെ എന്നോട് ചോദിച്ചു, ഇനി ബിടെക് തന്നെ വേണോ, ഇതായാലും നല്ലതല്ലേ, ഇത് നല്ലൊരു കോഴ്സുമാണ്, നല്ലൊരു കോളേജുമാണ്, സെൻറ്റ് ട്രീസാസിൽ പഠിക്കാൻ എന്താ പറയുക അഡ്മിഷൻ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് സെൻറ്റ് ട്രീസാസ്. അപ്പോൾ അവിടെ എനിക്ക് ഒരു പ്രശ്നം കൂടാതെ എനിക്കൊരു അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ലക്കാന്ന് എല്ലാവരും പറയാറുമുണ്ട്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി, ഇത് വേണോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ടിലും സെയിം ജോലിയാണ്, പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ബിടെക് എന്നുള്ളൊരു ആ ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു. അവസാനം ഇവിടെ പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥലമുണ്ട്, അപ്പം അവിടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ കോയിൻ ടോസ് ചെയ്തു. ഹെഡ് വീണാൽ ബിടെക്, ടെയിൽ വീണാൽ BSc. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുമെങ്കിലും എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര വിശ്വാസമാട്ടോ. എനിക്ക് ഭയങ്കര ദൈവത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഞാൻ വന്ന് ടോസ് ചെയ്തു. ടോസ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ബിടെക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ സെൻറ്റ് ട്രീസാസിന് TC വാങ്ങിക്കാൻ പോയി, ബിടെക്കിൽ ചേർന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ ആദിശങ്കരയിൽ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അപ്പം അതുപോലെ തന്നെ എനിക്ക് ആദിശങ്കര മതി എന്നുള്ള രീതിയിൽ ഞാൻ ആദിശങ്കര മാത്രമാണ് വെച്ചത്. അപ്പം അമ്മയൊക്കെ പറഞ്ഞു ഇല്ല വേണ്ട, ഒരു ഫിസാറ്റും കൂടി വെക്കി, ഫിസാറ്റ് നല്ല കോളേജാണ്. അപ്പം പൊതുവെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയാലൊക്കെ പറഞ്ഞു ഫിസാറ്റ് നല്ലതാണ്, ഇപ്പം ഈ റാങ്കിൽ എന്തായാലും ഫിസാറ്റ് കിട്ടും എന്നുള്ള ഒരു പറഞ്ഞു. അപ്പം ഞാൻ ആകെ 2 ഓപ്ഷനേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വന്നിട്ട് ഫിസാറ്റും, സെക്കൻഡ് ആദിശങ്കരയും. ഇത് രണ്ടുമായിരുന്നു എൻ്റെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് ഞാൻ വെച്ചത്. അപ്പോൾ എന്നിട്ട് നമ്മുടെ അലോട്ട്മെൻറ്റ് വന്നു, ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിൽ എനിക്ക് ആദിശങ്കരയാണ് കിട്ടിയത്. പിന്നെ ഫസ്റ്റും സെക്കൻഡും അലോട്ട്മെൻറ്റ് വന്നതിലും എനിക്ക് ആദിശങ്കരയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏതാണോ വരണം നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദിശങ്കര കിട്ടി. അപ്പോൾ ഞാൻ ആദിശങ്കരയിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പം അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ ചേട്ടൻ്റെ കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഞാൻ വന്നതിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിച്ചു ഇനി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിസാറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ എന്തിനാണ് ഫിസാറ്റ് പോകുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇവിടെ തന്നെ ചേർന്നാൽ പോരെ, നല്ല കോളേജല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം അവർ പറഞ്ഞു എന്താ പറയുക, അവർക്ക് എങ്ങനെയായാലും എൻ്റെ ചേട്ടനോടെ പഠിച്ചതായത് കൊണ്ട് ഒരു സ്നേഹം എന്നോട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് മാറ്റിയാലോ എന്ന് ഇങ്ങനെ പല പ്രാവശ്യമായിട്ടും ഇപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു എന്താ പറയുക വേണ്ട, ഫിസാറ്റ് മാറ്റണ്ട, ഫിസാറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഫിസാറ്റ് മാറ്റണ്ട, അങ്ങനെ തന്നെ കിടക്കട്ടേന്ന്. തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് ഫിസാറ്റ് കിട്ടി. അപ്പോൾ ഞാൻ ദൈവമേ ഇനി ആദിശങ്കരയിൽ നിന്ന് പോകണമല്ലോ എന്നായി. അത് കഴിഞ്ഞിട്ട് ചെന്ന് ആദിശങ്കരയിൽ പോയി TC ഒക്കെ വാങ്ങിച്ച് സംഭവമൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ അക്ഷയൻ്റെ പെങ്ങള് വന്നേക്കാണ്, ഭയങ്കര ഇതാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ്, അപ്പം പോവാണല്ലേ എന്നൊക്കെ കുറേയൊക്കെ ചോദിച്ചു. അവർ ഭയങ്കര എന്നോട്, ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം ഞാനിവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസാറ്റിൽ പോയി ചേർന്നു. അപ്പോൾ ഫിസാറ്റിൽ പോയി ചേർന്നപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസാറ്റ് ആദിശങ്കരേനെ വെച്ച് നോക്കുമ്പോൾ ഫിസാറ്റ് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ന്യൂ സ്റ്റുഡൻസ് ഒക്കെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് കുറേ പേർക്ക് അറിയാം. പക്ഷെ ഇനി ഭാവിയിൽ എടുക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയാണ്, ഈ 2 കോളേജസിന് വെച്ച് നോക്കുമ്പം ഫിസാറ്റ് സംവാട്ട് കോസ്റ്റ്ലി, പക്ഷേ അതിൻ്റെ ഗുണവും ഉണ്ട് കേട്ടോ. കുറേ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ആദിശങ്കരയിൽ ഇല്ലയെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ഫിസാറ്റിലാണോ പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം കുറേ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കുറേ ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ നല്ല ടീച്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് എന്താ പറയുക ഫീസ് ഇച്ചിരി കൂടുതലാന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ഫീസ് കൊടുത്ത് പഠിക്കണമല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല, തിരിച്ചു പോകാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നോട് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു ഇത്ര ഫീസ് ആവില്ല, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും, എൻ്റെ കീമിൻ്റെ ഇത് വെച്ചിട്ടും മാർക്കൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഉണ്ടല്ലോ, അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടും എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഇപ്പം ഇത്ര പേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പേ ഒക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങി. നവംബറിലായിരുന്നു കേട്ടോ ക്ലാസ് 2020. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സസ് ഫസ്റ്റ് ഇയർ ഓൺലൈനിലായിരുന്നു. ഫസ്റ്റ് സെം ഓൺലൈനിലായിരുന്നപ്പോൾ തന്നെ നമുക്ക് കുറേ ക്രിസ്മസ് സെലിബ്രേഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്താണ് ഞാൻ സാന്ദ്രയുടെ പരിചയപ്പെടുന്നത്. സാന്ദ്രയുടെ കുറേ പേർക്കറിയാം, എൻ്റെ വ്ളോഗിൽ എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ ആ സമയത്ത്, അതായത് ക്രിസ്മസിൻ്റെ സമയത്താണ് ഞാനും സാന്ദ്രയും ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നത്. കാരണം ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് നമ്മൾ ക്ലാസ്സിൽ ഓൺലൈനിൽ ഒരു വീഡിയോ പോലെ ആക്കിയിട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം എനിക്കും സാന്ദ്രയ്ക്കുമാണ് കുറച്ച് ക്ലാസിക്കൽ അറിയാവുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വന്നു. പിന്നെ അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധമാണ്. അന്ന് ഞങ്ങൾ കുറേ ഫ്രണ്ട്സായി. അങ്ങനെയാണ് ഞാൻ സാന്ദ്രേനായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ എൻ്റെ ബാക്കി ഫ്രണ്ട്സ് ജോസ്നേനെയൊക്കെ പരിചയപ്പെട്ടതും ഈ ഓൺലൈനിലൊക്കെ തന്നെയാണ്. ജോസ്നേനെ പരിചയപ്പെട്ടത് എന്തോ ഒരു മാത്സ് നോട്ടിൻ്റെ എന്തോ ഒരു കേസിലാണ് ഞാൻ പരിചയപ്പെട്ടത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ജോസ്നയും ജസ്വിനും കസിൻസ് ആണെന്നുള്ളത്. അത് ജസ്വിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ജസ്വിൻ എൻ്റെ ഒപ്പം കുഞ്ഞിലെ മുതൽ ലൈക്ക് LKG മുതൽ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് അവൻ വഴിയാണ് ഞാനും ജോസ്നയും കൂടുതൽ കമ്പനി ആയത്. അപ്പം അങ്ങനെ ജോസ്നയായിട്ട് കമ്പനിയായി. പിന്നെ റോസിന് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന്, എന്തോ IEEE എന്തോ ഒരു ആവശ്യത്തിന് ഞാനിങ്ങനെ എന്തോ ഒരു കോഴ്സ് ഉണ്ടായി, കോഴ്സല്ല എന്തോ ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾക്ക് ആ സമയത്ത്. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എന്തോ ഞാൻ വേറെ ആർക്കും അയച്ച മെസ്സേജ് മാറിപ്പോയി, അങ്ങനെ ഒരു നമ്പർ റോസിന് പോയതാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പം അങ്ങനെയാണ് റോസിനായിട്ട് കമ്പനി ആയത്. പിന്നെ ബാക്കി ടെസമാരൊക്കെ ആയിട്ട് കമ്പനി ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഗ്രൂപ്പ് അഡ്വൈസേഴ്സ് 3 ഗ്രൂപ്പ് അഡ്വൈസേഴ്സ് ആയിരുന്നു. ഹൻസ മിസ്, റോഷ്ന മിസ്, അനീഷ മിസ്. അപ്പം അനീഷ മിസ്സിൻ്റെ അണ്ടറിൽ വരുന്നതായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഒരു ഇത്ര റോൾ നമ്പേഴ്സ് ഉണ്ട്, എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അനീഷ മിസ് എന്നെയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവരുടെ ടെസമാരെയൊക്കെ ആയിട്ട് കമ്പനി ആയത്. ടെസമാർ ഞാനൊക്കെ ഒരു ഇതായിരുന്നു, റോൾ നമ്പേഴ്സ് അടുത്തടുത്തായിരുന്നു. അപ്പം അങ്ങനെ അവരായിട്ട് കമ്പനി ആയി. പിന്നെ ജോവാനെ പരിചയപ്പെട്ടത് ലൈക്ക് ഓൺലൈനായിട്ടല്ല, ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ഞാൻ പരിചയപ്പെട്ടത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടത്. ബാക്കി എല്ലാവരും ഞാൻ ഓൺലൈനിൽ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് സെം തീരാറായപ്പോൾ ഒരു സീരീസ് ടെസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു മാസത്തെ ക്ലാസ് ഓഫ്ലൈൻ ആക്കി. അപ്പോൾ അത് ഓഫ്ലൈൻ ആക്കിയപ്പോൾ തന്നെയായാലും 2 ഇതുണ്ടായിരുന്നു. അതായത് നമ്മുടെ B ഡിവിഷനെ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ക്ലാസ്സിലായിരുന്നു. കാരണം കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെയായിരുന്നു. ആ സമയത്താണ് ഞാൻ സാന്ദ്രയും കുറേയും കൂടിയും കമ്പനിയായി. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരേ ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ കുറേ കമ്പനി ഉണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഫസ്റ്റ് അടിയൊക്കെ തുടങ്ങിയത്. അതൊക്കെ ചെറിയ തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ സെറ്റായി. നമ്മളെന്താ പറയുക, നമ്മളങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു. ആൻഡ് ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് ഒരു എക്സാമിൻ്റെ കാര്യം കൂടി പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഭയങ്കര VIP സെറ്റപ്പിലൊക്കെയാണ് ഫസ്റ്റ് ഇയറിൻ്റെ ഒരു 2 എക്സാം എഴുതിയത്. ആ സമയത്ത് പപ്പയ്ക്ക് ഇവിടെ കോവിഡ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്കിങ്ങനെ വീട്ടിൽ ക്വാറന്റൈനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ മിസ്സിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ മിസ്സ് പറഞ്ഞു ലൈക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം തരും, ക്യാമറയൊക്കെ വെച്ചിട്ട് അങ്ങനെ തരും, മിസ്സുമാരും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് പോയി, എന്നെ മറ്റേ എമർജൻസി എക്സിറ്റ് വഴിയൊക്കെയാണ് കയറാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ പോയി, ചേട്ടനാണ് എന്നെ കൊണ്ടുവിട്ടത്. എന്നിട്ട് എമർജൻസി എക്സിറ്റ് വരെ കയറി. ഞാൻ മാത്രം ആ ക്ലാസ്സിൽ. ആൻഡ് ജനലിൻ്റെ ഇപ്പുറത്ത് മിസ് ഇരിക്കുന്നുണ്ടാകും. മിസ് അവിടെ പിന്നെ വേറൊരു സാറുണ്ട്. ആ സാറ് വന്നിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അവിടെ ഒരു കവർ വെച്ചിട്ടുണ്ടാവും, അവിടെ ഇടാൻ പറഞ്ഞിട്ട് ആൻസർ ഷീറ്റ്. അപ്പം അങ്ങനെ തന്നു. അപ്പം അങ്ങനെ ഒരു VIP സെറ്റപ്പ് ഉണ്ടായി. അങ്ങനെ ഫസ്റ്റ് ഇയർ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് സെം. പിന്നെ സെക്കൻഡ് സെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓണം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഫുൾ ഓൺലൈനിലായിരുന്നു, അതുകൊണ്ട് അത്ര മെമ്മറീസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയർ വന്നു. സെക്കൻഡ് ഇയർ വന്നപ്പോഴാണ് നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് കുറേ പേരൊക്കെ പരിചയപ്പെടുന്നത്. കുറച്ച് പേരൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെ പരിചയപ്പെട്ടിരുന്നു, അല്ലാതെ കുറേ പേരൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറിലാണ് പരിചയപ്പെട്ടിരുന്നത്. പക്ഷെ സെക്കൻഡ് ഇയറിലാണെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ബോണ്ടൊന്നും നമ്മുടെ ഫ്രണ്ട്സിനോടല്ലാതെ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊന്നും എനിക്ക് കോളേജിനോടായാലും ഒന്നിനോടും എനിക്ക് അങ്ങനെ അധികം തോന്നിയിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഇയറിൽ കുറച്ച് എത്നിക് ഡേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സെറ്റ് സാരി ഒക്കെ എടുത്തു വന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറും ഭയങ്കര സ്മൂത്തായിട്ട് പോയി. ഇയറായിരുന്നു ഞങ്ങൾ എന്താ പറയുക കുറേ കൂടി കോളേജ് എൻജോയ് ചെയ്തിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ സമയത്ത് നാക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, നാക്ക് വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താ പറയുക ഞങ്ങൾ ഡാൻസിന് മാർഗം കളിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ, സാന്ദ്ര, ശ്വേത, ജെന്നി, ഞങ്ങൾ 4 പേരായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ വരും, പേരിനൊരു ഫസ്റ്റ് പീരീഡ് നമ്മൾ കേൾക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ആ സമയത്ത് ലൈക്ക് വേറെ വല്ല പരിപാടിക്കൊക്കെ ആണെങ്കിൽ മിസ്സുമാർ പറയും ഈ ക്ലാസ് ടൈമിൽ പോകേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ടെന്നൊക്കെ പറയും. ഇത് നാക്കിൻ്റെ ഒരു പരിപാടി ആയതുകൊണ്ട്
അവർ പറഞ്ഞാൽ പൊക്കോളാനൊക്കെ പറയും. അപ്പം നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് പീരീഡ് വന്നിരിക്കും. ഫസ്റ്റ് തന്നെ എങ്ങനെ ഇറങ്ങിപ്പോണേന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് പീരീഡ് ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ പോകും, പ്രാക്ടീസിന് പോകും. ഞങ്ങളുടെ പ്രാക്ടീസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ മിസ്സുമാരാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ ഞങ്ങൾക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് വേണം. അതായിരുന്നു ഞങ്ങളുടെ ഒരു പോളിസി. ഇപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോകും, ഒരു 10 മിനിറ്റ്. പക്ഷെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം പക്കയായിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും, പിന്നെ ഞങ്ങൾ കുറേ നേരം ക്യാൻറ്റീനിൽ വന്നിരുന്ന് കാച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ വീണ്ടും പോയി പ്രാക്ടീസ് ചെയ്യും, പിന്നെ അങ്ങനെ വന്നിരിക്കും. ഞങ്ങളങ്ങനെ ക്ലാസ്സിൽ പോവാറേ ഇല്ല. അപ്പോൾ കുറേ നോട്ട്സൊക്കെ ഫ്രണ്ട്സിൻ്റെ നോട്ട്സും PPT ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ ക്ലാസ് കയറിയിട്ടേ ഇല്ല ആദ്യത്തെ ഒരു 2 മാസം. അടുത്ത 2 മാസം എന്ന് വെച്ചാൽ S6-ൽ, സെമസ്റ്റർ 6-ൽ നമ്മൾ കയറിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പീരീഡും കയറാണ്ടായി. ഫസ്റ്റ് പീരീഡ് ആയാലും ഞങ്ങൾ മിസ്സിനെടുത്ത് മിസ് നാക്കിൻ്റെ പരിപാടി പ്രാക്ടീസ്, മിസ്സിന് പൊക്കോ ആ ഒരു രീതിയാണ്. പിന്നെ ലാബിലായാലും എന്തെങ്കിലും വന്നാൽ നാക്കിൻ്റെ പരിപാടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോളാൻ പറയും. പക്ഷെ ലാബ് നമ്മൾ ഇടയ്ക്ക് കയറാറുണ്ട് കേട്ടോ. നമുക്ക് ലാബ് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ ലാബിൽ വന്നിട്ട് കയറും. അപ്പോൾ അങ്ങനെ പോവായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങളിങ്ങനെ പറയാം, ഞങ്ങൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് നടക്കുന്ന വൈബൊക്കെ നമുക്ക് അപ്പോഴാണ് കിട്ടിയത്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു അത്. പിന്നെ ഫൈനൽ ഇയർ S7 S8. ഫൈനൽ ഇയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സബ്ജക്റ്റുകൾ കുറവാണ് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. സബ്ജക്റ്റ് കുറവാണ്. ആ സമയത്താണ് നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ പ്ലേസ്മെൻറ്റിനൊക്കെ പിന്നെ ഞാൻ തേർഡ് ഇയറിൽ പറയാൻ പറ്റിയൊരു കാര്യം, തേർഡ് ഇയർ മിഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സ് വന്നു തുടങ്ങും. പിന്നെ ഓരോരുത്തർ പ്ലേസ്മെൻറ്റ്സിന് പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ക്ലാസ്സിലൊക്കെ പിള്ളേരൊക്കെ കുറവായിരിക്കും ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ. പിന്നെ കുറേ പേര് ഇൻറ്റേൺഷിപ്പ് കിട്ടിപ്പോയവർ ഫൈനൽ ഇയറിൽ നമ്മൾ കമ്പനിയിലേക്ക് പോകും ഇൻറ്റേൺഷിപ്പായിട്ട്. അപ്പോൾ അവർക്ക് അറ്റൻഡൻസ് ഒക്കെ കൊടുക്കും. അവർക്ക് എക്സാം എഴുതാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് 7th 8th സെമ്മായിട്ട് നടക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇയറും അങ്ങനെ കഴിഞ്ഞു. ഞാൻ കോളേജിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് കോളേജിലെ വീഡിയോസ് വല്ലതും ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കമൻറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടുമോ, എത്ര റാങ്ക് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റിയത് 3 രീതിയിലാണ്. ഫസ്റ്റ് വൺ ഇസ് മെറിറ്റ്. ഞാൻ മെറിറ്റിലാണ് കയറിയത്. മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീമിൻ്റെ റാങ്കിൻ്റെ ബേസിസിലാണ് നമ്മൾ കയറുന്നത്. അത് പിന്നെ എത്രയാണ് റാങ്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത്, ഞാൻ കയറിയ സമയത്ത് 10,000 വരെയുള്ള റാങ്ക് നമുക്ക് കയറായിരുന്നു. കീമിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു മെറിറ്റിൽ കീമിൻ്റെ റാങ്ക് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് 9,000 ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു ഓരോ വർഷം കൂടുന്തോറും അത് കുറഞ്ഞു വരാണ്. ആൻഡ് ഞാൻ പറയുന്നത് CS-ൻ്റെ കാര്യമാണ് കേട്ടോ. എനിക്ക് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം അറിയില്ല. ഞാൻ CS ആണ്. അപ്പം CS-ൽ കിട്ടാനായിട്ട് ഇങ്ങനെയായിരുന്നു. ഒരു 4 വർഷം മുമ്പത്തെ കാര്യമാണിത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ശരിയാണെങ്കിൽ എല്ലാ വർഷം കൂടുന്തോറും ഈ റാങ്ക് കുറഞ്ഞു വരും. കാരണം നിങ്ങൾക്കിപ്പോൾ എല്ലായിടത്തും നോക്കിയാൽ അറിയാം CS-നാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പോൾ എല്ലാവരും CS-ന് കിട്ടാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇത് വരുമ്പോൾ ഇപ്പോൾ കുറഞ്ഞു വരും റാങ്കിൻ്റെ ആ ഒരു ലെവല്. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ കാര്യങ്ങൾ. പിന്നെ ചോദിക്കുന്നത് പിന്നെ സെക്കൻഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കോട്ടയാണ്. മാനേജ്മെന്റ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് കീമിന്റെ റിസൾട്ട് ഒക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ സീറ്റ് പിടിച്ചു വെക്കാം. അതിന് എത്രയോ 1 lakh above ആണ് നമ്മൾ പിടിച്ചു വെക്കേണ്ടത്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് കീം പാസ്സായാൽ മാത്രം മതി. അതിന് മാർക്ക് നോക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ മാനേജ്മെന്റ് കോട്ടയ്ക്ക് കാശ് കൊടുത്തൂല്ലോ. ഒരു 1 lakh above ഒക്കെ ആയിരുന്നു ഞാൻ പഠിച്ച സമയത്ത്. പിന്നെ ഉള്ളത് NRI കോട്ടയാണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബവ് 2 lakhനോട് അടുത്തുണ്ട് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഈ വഴിയാണ് നമുക്ക് കയറാൻ പറ്റുക. അപ്പം ഞാൻ കയറിയത് മെറിറ്റ് വഴിയായിരുന്നു. അപ്പോൾ പിന്നെ പറയാനുള്ളത്, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു കേട്ടോ. AICTIയുടെ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അത് പക്ഷെ ഫസ്റ്റ് ഒരു 2 year കഴിഞ്ഞിട്ടാണ് അത് വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ഫീസ് റെഡ്യൂസ് ചെയ്തു. കാരണം ഓൾറെഡി നമ്മൾ ഇതിൻ്റെയൊക്കെ കാശ് അടിച്ചല്ലോ. അപ്പോൾ ഒരു 3rd year 4th year ആയപ്പോൾ നല്ല ഫീസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കീമിൻ്റെ റാങ്കും നമ്മുടെ +2 മാർക്കൊക്കെ വെച്ചിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറെ സ്കോളർഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക്സിന് ഒരു സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് അതിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതറിയാം. അപ്പോൾ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് റോമൻ കാത്തലിക്സിന്. പിന്നെ വേറെയൊക്കെ സ്കോളർഷിപ്പ് നമ്മൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ.
പിന്നെ വന്നേക്കുന്ന കമൻറ്റ് പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് തന്നെയുണ്ട്. ആൻഡ് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനീസിലൊക്കെ റിസഷൻസ് നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ ഫിസാറ്റിൽ നടന്ന പ്ലേസ്മെൻറ്റിനേക്കാളും കുറവായിരുന്നു. പക്ഷെ എന്നാലും പ്ലേസ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ബാക്കി കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ, ഇവിടെയുള്ള ബാക്കി കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ ഫിസാറ്റിന് ഗുഡ് നമ്പർ ഓഫ് പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പ്ലേസ്മെൻറ്റ് ഉണ്ട്. നമുക്ക് തേർഡ് ഇയർ ആകുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓരോ കമ്പനി വരുമ്പോൾ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ആ കാര്യമൊക്കെ നല്ലതാണ്. അപ്പം പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു കോളേജാണ് കേട്ടോ. പിന്നെ എന്താണ് ഡൗട്ട്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത് ചോദിച്ചത്. ഈ സെയിം കമൻറ്റ് തന്നെ റിപ്പീറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻജിനീയറിംഗ് ജേർണിയും എൻ്റെ 4 വർഷത്തെ ഒരു ചെറിയ എക്സ്പീരിയൻസും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇച്ചിരി ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.